ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. എല്ലാവരും വെയിറ്റൊക്കെ നോക്കുന്ന മെഷീൻ വാങ്ങി വെയിറ്റൊക്കെ നോക്കി എഴുതി വെക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് ഡയറ്റിലോട്ട് കടക്കാതെ എല്ലാവരും ഫുഡൊക്കെ കുറച്ചുകൊണ്ട് വരിക. ഒപ്പം 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്ന തരത്തിൽ നമ്മൾ കുടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ആവുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രോട്ടീനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും കൊഴുപ്പും വിറ്റാമിൻസും മിനറൽസും എല്ലാം ആവശ്യമാണ്. എന്നാൽ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. എന്നാൽ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കേണ്ടതുണ്ട്. അപ്പം നമുക്കെല്ലാം സംശയം തോന്നിയേക്കാം, എന്തൊക്കെയാണ് ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളെന്ന്. നട്ട്സ്, മുട്ട, ചെറുപയർ, പാലുൽപ്പന്നങ്ങൾ, മീനുകൾ, സോയാബീൻ, ചിക്കൻ, കൂണ്, ബീഫ് തുടങ്ങിയ ധാരാളം സാധനങ്ങളിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ചിക്കനിലും ബീഫിലൊക്കെ പ്രോട്ടീൻ ഉണ്ടെന്ന് കരുതി അത് വറുത്തും ഗ്രിൽഡ് ചെയ്തൊക്കെ കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാവുകയാണ് ചെയ്യുക. അവർക്ക് നമ്മൾ അതുകൊണ്ട് കറി വെച്ച് കഴിക്കുകയാണ് വേണ്ടത്. പ്രോട്ടീൻ ശരീരത്തിൽ വേണ്ട അളവിലില്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് നഷ്ടമാകാം, രോഗപ്രതിരോധ ശേഷി നഷ്ടമാകാം, ശരീരം മെലിയാം, പിന്നെ വയറെല്ലാം തള്ളി വരിക, ശരീരം മെലിഞ്ഞു പോവുക. അതിൻ്റെ കൂടെയാണ് വയറ് നമുക്ക് തള്ളി വരിക. ഇത് പ്രോട്ടീൻ കുറവുള്ളതുപോലെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശരീരം മെലിയും, കൂടെ വയറ് തള്ളി വരികയാണ് പ്രോട്ടീൻ കുറയുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ കുട്ടികളിലായിട്ട് ഉന്മേഷക്കുറവ് ഉണ്ടാകാം. എന്നാൽ പ്രോട്ടീൻ വേണമെന്ന് കരുതിയിട്ട് ആരും പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കരുത്. ഇത് വൃക്കരോഗം ഉണ്ടാകുന്നതിനും മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ കൂടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളവും കുടിക്കണം. ഇതുവഴി നമ്മുടെ കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ആകും. വിശക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ മൈദ അടങ്ങിയ അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാരാളം ഫുഡുകൾ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ആവുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാരറ്റ്, കുക്കുംബർ, പപ്പായ, പേരക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കുക വഴി വെയിറ്റ് ലോസ് ആവുകയും നമ്മുടെ വിശപ്പ് ശമിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ഡയറ്റിലേക്ക് കടന്നു വരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.